ഭാഗ്യലക്ഷ്മി ആയിക്കോട്ടെ, ഇവിടെ കുറേ ഭാഗ്യലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ കുറച്ച് പേരുണ്ടല്ലോ, ദിയാസന, ശ്രീലക്ഷ്മി അറയ്ക്കൽ, ഇങ്ങനെ കുറേ വെറുതെ ഒരു ജന്മങ്ങൾ. ഈ ഫെമിനിസ്റ്റുകളെക്കാളും വിഷമാണ് പാവാടകളായിട്ടുള്ള പുരുഷന്മാരെന്ന് പറഞ്ഞാൽ. ഈ പിങ്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ലോകപരാജയവും. ഇവരെന്താണ് ചെയ്യുന്നത്? അവർക്ക് ഫുഡടിക്കുക, വിശ്രമിക്കുക. ഏതൊരു പെണ്ണും എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു പുരുഷൻ്റെ കഴിവ് കൊണ്ട് തന്നെ ആയിരിക്കും. അവനില്ല എങ്കിൽ പെണ്ണ് ഒരിടത്തും എത്താൻ പോകുന്നില്ല. മുഖ്യമന്ത്രി ഈ തലയിൽ കണ്ണട വെച്ച കുറേ ടീമുകളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ എന്തോ തോന്നി. ഇപ്പോൾ അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ചവറ്റുകൊട്ടയ്ക്കാണ്. പോലീസുകാരിൽ ബഹുഭൂരിപക്ഷവും പാവാടകളാണ്. സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ മീഡിയയും പോലീസും കോടതിയും വരെ ഇവിടെ പ്രവർത്തിക്കുന്നു. നമ്മളോടൊപ്പം ഇന്നുള്ളത് മെൻസ് അസോസിയേഷനിലെ അജിത് കുമാർ വട്ടിയൂർക്കാവാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമുക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, നമുക്ക് പ്രേക്ഷകർക്കും എല്ലാവർക്കും കുറേ സംശയമുണ്ട്. ഈ എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ മെൻസ് അസോസിയേഷൻ, അങ്ങനെ ഒരു അസോസിയേഷൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. ആദ്യം ഞാൻ എല്ലാ പ്രേക്ഷകരോടും എല്ലാ മലയാളികളോടും ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലുമുള്ള ഓണാശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. ഇനി മെൻസ് അസോസിയേഷൻ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ, കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നതും പീഡനങ്ങൾ അനുഭവിക്കുന്നതും പുരുഷന്മാരാണ്. പക്ഷേ അത് മുഖ്യധാരാ മാധ്യമങ്ങളോ മറ്റ് ജനങ്ങളുടെ ഇടയിലോ അത് ചർച്ച ചെയ്യപ്പെടാറില്ല. കാര്യം പുരുഷൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. സ്ത്രീകളാണ് ഇവിടെ കൂടുതൽ, ജനസംഖ്യയിൽ സ്ത്രീകളാണ് കൂടുതൽ. പക്ഷേ പുരുഷന്മാർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു, പലവിധ പീഡനങ്ങളിൽ അവർ മരണപ്പെടുന്നുണ്ട്, എല്ലാം നടക്കുന്നുവെങ്കിലും ഒരാൾ പോലും ഇതിനെതിരെ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ എത്രയോ, ഇപ്പം നമ്മുടെ കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ഷാരോണിനെ അവൻ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ട് അവൾ തിരിച്ചു കൊടുത്തത് എന്താണ്? വളരെയധികം മൃഗീയമായിട്ടുള്ളൊരു കൊലയാണ് ഷാരോൺ കേസിൽ വന്നത്. പക്ഷേ ഇന്ന് ഈ കഷായം ഗ്രീഷ്മ എന്ന് പറയുന്നത് ജാമ്യം കിട്ടി പുറത്തുപോയി അവളുടെ വീടും വസ്തുവൊക്കെ കേരളത്തിലെ വിറ്റ് അവൾ തമിഴ്നാട്ടിൻ്റെ ഉൾഗ്രാമത്തിലേക്ക് പോയി സുഖമായിട്ട് ജീവിക്കുന്നു. ആ കേസും ഇപ്പോൾ എന്തായാലും വെറുതെ വിടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കൊല്ലത്ത് ഒരു കുഞ്ഞു മോളെ തട്ടിക്കൊണ്ടുപോയി. ഒരു അപ്പനും അമ്മയും മകളും ചേർന്നിട്ടാണ് ഒരു കുഞ്ഞു മോളെ തട്ടിക്കൊണ്ടുപോയത്. ആ മകൾക്കും തട്ടിക്കൊണ്ടുപോയ അമ്മയ്ക്കും ജാമ്യം കൊടുത്തിരിക്കുകയാണ്. അത് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടതാണ്. ഇന്നലെയാണ് ആ അമ്മയ്ക്ക് ജാമ്യം കിട്ടിയിട്ടുള്ളത്. അതിൽ പുരുഷന് ഇവർ 3 പേർക്കും ജാമ്യം കൊടുക്കാൻ പാടില്ല, ഇവരെ പരമാവധി ശിക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, പെണ്ണ് എന്നുള്ള പരിഗണന വച്ചിട്ട് ആ അമ്മയ്ക്കും മകൾക്കും ജാമ്യം കൊടുത്തു, അച്ഛന് ജാമ്യം കൊടുത്തില്ല. സ്ത്രീകൾക്ക് മുൻഗണനയല്ലേ എല്ലാ കാര്യങ്ങളും? സ്ത്രീകൾക്കല്ലേ മുൻഗണന? നമ്മളെ നിയമവശങ്ങളും അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നതല്ല? എന്തിനാണ് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സ്ത്രീകൾക്ക് എന്തിന് പരിഗണന കൊടുക്കണം? പുരുഷന് ഇപ്പോൾ അവർ പറയുന്നത് തുല്യത വേണം, ഞങ്ങൾക്ക് പുരുഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അവരെ കൊണ്ട് ഒരിക്കലും എല്ലാ കാര്യമൊന്നുമല്ല, പുരുഷൻ ചെയ്യുന്നതിൻ്റെ ഒരു 25% പോലും ഒരു കാര്യത്തിലും സ്വന്തമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒരു സർക്കാർ ജോലിയെ കിട്ടി ഒരു പെൺകുട്ടി ഓഫീസിലേക്ക് പോകുന്നു എന്ന് വെച്ചോളൂ. അവിടെ പോയി കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് അവിടെ ജീവനക്കാരായിട്ടുള്ള പുരുഷന്മാരാണ്. അല്ലാതെ അവിടെ ഇരിക്കുന്ന സ്ത്രീകളാരും ഇവരെ ഒരു രീതിയിലും അവിടെ ഉയർത്തിക്കൊണ്ടുവരാനോ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ പുരുഷന്മാരാണ് ഏത് മേഖലയിലും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ എന്നാൽ പണ്ട് മുതലേ തെറ്റിദ്ധരിപ്പിച്ചൊരു കാര്യമുണ്ട്, ഏതു പുരുഷനെയും വളർത്തി വലുതാക്കിയതിൻ്റെ പിന്നിൽ ഒരു പെണ്ണുണ്ടെന്ന്. അങ്ങനെയല്ല, അത് തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ അടിച്ചമർത്തി വെച്ചേക്കാണ്. അങ്ങനെയല്ല, ഏതൊരു പെണ്ണും എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു പുരുഷൻ്റെ കഴിവ് കൊണ്ട് തന്നെ ആയിരിക്കും. അവനില്ല എങ്കിൽ പെണ്ണ് ഒരിടത്തും എത്താൻ പോകുന്നില്ല. അങ്ങനെ എത്തിയ ഒരാളിൻ്റെ പേരെന്ന് പറഞ്ഞു തന്നാൽ വളരെയധികം സന്തോഷം. സ്ത്രീകളിപ്പോൾ ഒരുപാട് പല മേഖലയിലും മുന്നിട്ട് ഉണ്ടല്ലോ. ഈ ബഹിരാകാശത്ത് പോകുന്നുണ്ട്, പിന്നെ പല മേഖലയിലും ഫ്ലൈറ്റ് ഓട്ടിക്കുന്നുണ്ട്. അതുപോലെ ഈ ഫൈറ്റർ ജെറ്റ് ഓട്ടിക്കുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ടല്ലോ. അതൊന്നും നമുക്ക് കണ്ടില്ല നടിക്കാൻ പറ്റൂലല്ലോ. അതൊക്കെ അവരെ സ്വന്തം കഴിവ് കൊണ്ടല്ലേ വരുന്നത്. അവരുടെ സ്വന്തം കഴിവൊന്നുമില്ല. ഈ പറയുന്ന ബഹിരാകാശത്ത് പോകുന്നതിനും കൂടെ ഒരു പെണ്ണുണ്ടാവും, ബാക്കി പുരുഷന്മാരാണ്.
എന്ന് പറഞ്ഞാൽ വെറുതെ പെണ്ണ് എല്ലായിടത്തും എത്തിപ്പെടണമെന്നുള്ള കാഴ്ചപ്പാട് പുരുഷന്മാർക്ക് തന്നെ ഉള്ളത് കൊണ്ടും വലിയൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ പാവാടകൾ ഉള്ളത് കൊണ്ടും, പാവാട എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കെട്ട ഈ നമ്മൾ ഫെമിനിസ്റ്റുകൾ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ അവരെ അഭിസംബോധന ചെയ്യുന്നത്. ഈ ഫെമിനിസ്റ്റുകളെക്കാളും വിഷമാണ് പാവാടകളായിട്ടുള്ള പുരുഷന്മാരെന്ന് പറഞ്ഞ് മീശ വയ്ക്കാതെ നടക്കുന്ന കുറച്ച് ടീമുകൾ. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു എന്താ പറയുക, പെണ്ണ് എവിടെയും വരണം, ഉയർത്തിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ അവൾ ഉയർന്നു നിൽക്കേണ്ടവളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇവരെ ബഹിരാശത്ത് കൊണ്ടുപോകും. ഇനി വേണമെങ്കിൽ വേറെ എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അവിടെ എല്ലാം കൊണ്ടുപോകും. പക്ഷേ ഇവിടെ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളതും വിജയിപ്പിക്കുന്നതും എവിടെയും പുരുഷന്മാർ തന്നെയാണ്. നമ്മുടെ രാജ്യ സേവനം, നമ്മുടെ അതിർത്തി കാക്കുന്നത് എത്ര സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ ഇനിയിപ്പോൾ കുറച്ച് പേരെയൊക്കെ പട്ടാളത്തിൽ എടുത്തു വന്ന് വയ്ക്കുക. ഇവരവിടെ ചെന്നിരുന്ന് എന്ത് മാങ്ങാത്തൊലിയാണ് ചെയ്യുന്നത്, അതാരെങ്കിലും അറിയോ? ഇവർക്കൊക്കെ കൊടുക്കുന്ന കാശ് വെറുതെയാണ്. ഇന്ന് ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ, ഇവിടെ പോത്തീസിൻ്റെ അവിടെ പൊതുവെ തിരക്കാണല്ലോ, ആയുർവേദ കോളേജ്. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുകയാണ്. എന്തിനാണ്? പോലീസ് വേഷമാണ് ഇട്ടിരിക്കുന്നത്. ഒരു 25 വയസ്സ് വരും. ഞാൻ അവളോട് പറഞ്ഞു, എന്തിനാ ഈ കോലം നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഈ വണ്ടികളൊക്കെ ഒന്ന് കൈ കാണിച്ചങ്ങനെ വിടാൻ പാടില്ല. ഇന്ന് ഞാൻ പറഞ്ഞതാണ്, ഇന്നൊരു 1 മണി 2 മണി 1 മണിക്കൊക്കെ. അപ്പോൾ ഈ പെണ്ണെന്ന് പറയുന്നത് വെറുതെ ഒരു കോലം കുത്തി വെച്ചേക്കാം എന്നുള്ളതല്ലാതെ ഇവർക്ക് ഒരു വർക്കും ചെയ്യാനുണ്ട്. ഏത് മേഖലയിലോ ഇവിടെ നമ്മുടെ ഒരു പോലീസ് ഉണ്ട്, എന്താ പിങ്ക് പോലീസ്. ഈ പിങ്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ലോകപരാജയവും. ഇവരെന്താണ് ചെയ്യുന്നത്? അവർക്ക് ഫുഡ് അടിക്കുക, വിശ്രമിക്കുക, ഇതല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പിങ്ക് പോലീസിൻ്റെ ഒരു വണ്ടി രാവിലെ അവരെടുക്കുന്ന ടൈം മുതൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അറിയാൻ പറ്റും ഈ പിങ്ക് പോലീസ് എന്താണ് ചെയ്യുന്നത്. കാശ് സർക്കാരിൻ്റെ കാശല്ല, നമ്മുടെ മലയാളികളുടെ കാശ് വെച്ച് പുട്ടടിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ അങ്ങനെ എല്ലാ സ്ത്രീകളെ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട ഒരു ഇത് വരുന്നുണ്ടോ? കാര്യം സ്ത്രീകൾ മുന്നിട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ പിങ്ക് പോലീസും ഒക്കെ ശരി, നമുക്ക് അങ്ങനെ വിചാരിക്കാതെ വെച്ചോ. പക്ഷെ അങ്ങനെ അല്ലാതെ ഒരുപാട് ഇപ്പം SI ആയാലും പോലീസിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് സ്ത്രീകൾ മുന്നിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്നും അവരെ സ്വന്തം കഴിവുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഒരു ആണിൻ്റെ സഹായം കൊണ്ടല്ല അവർ വന്നത്. അതിനെയൊക്കെ നമുക്കത് മാറ്റി വെക്കാൻ പറ്റും. ഇങ്ങനെ ഇത്രയും അടച്ചാക്ഷേപിക്കേണ്ട ഒരു ഇത് വരുന്നുണ്ടോ? മെൻസ് അസോസിയേഷൻ ശരിയാണ്, പക്ഷെ നമ്മളത് അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ആക്ഷേപിക്കേണ്ട കാര്യം ഇല്ലായിരിക്കാം, അത് നമ്മുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ അവരങ്ങനെ അല്ലല്ലോ പറയുന്നത്. അവർ പുരുഷന്മാരെ അടച്ചാക്ഷേപിച്ചു കൊണ്ടിരിക്കുകയല്ലേ. കാരണം പുരുഷന്മാരാണ് കഠിനാധ്വാനം ചെയ്ത് എവിടെയും എത്തിപ്പെടുന്നത് പുരുഷന്മാരാണ്. ആ പുരുഷന്മാരെ ഒന്നടങ്കം സ്ത്രീകളിൽ ഒരു ചെറിയൊരു ഭാഗമൊക്കെ എപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. നമുക്കൊക്കെ പൂർണ്ണ പിന്തുണയാണ്. അത് നല്ല സ്ത്രീകൾ കുറച്ച് വിഭാഗമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫെമിനിസ്റ്റ് തലയിൽ കയറിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്, എന്തൊക്കെയോ ഭ്രാന്ത് കാട്ടിക്കൂട്ടി. ഇതാണ് സ്ത്രീകളുടെ ഉന്നമനം എന്ന് പറയുന്ന കുറേ ഫെമിനിസ്റ്റുകളുണ്ട്. ഈ ഫെമിനിസ്റ്റുകൾ എവിടെയെങ്കിലും ഒരു നല്ല കാര്യത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സ്ത്രീകൾ ഇപ്പോൾ വയനാട് ദുരിതം ഉണ്ടായി, ഉരുൾപൊട്ടുണ്ടായി. അവിടെ എത്ര സ്ത്രീകളെ നിങ്ങൾ കണ്ടു? എത്ര ഫെമിനിസ്റ്റുകളെ കണ്ടു? ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന തലയിൽ കണ്ണട വെച്ച ടീമുകളെ എത്ര പേരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി? കോവിഡ് വന്നു, മുൻപ് പ്രളയം വന്നു. എവിടെയെങ്കിലും നിങ്ങൾക്കൊരു പെണ്ണിനെ കാണിച്ചു തരാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്ത്രീകളുടെ പുരോഗമനത്തിന് വേണ്ടി ഞങ്ങൾ ഭയങ്കരമായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ പുരോഗമനത്തിന് വേണ്ടി, അവളുടെ കഷ്ടപ്പാടിൽ അവളുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടി ഏതെങ്കിലും ഫെമിനിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഭാഗ്യലക്ഷ്മി ആയിക്കോട്ടെ, ഇവിടെ കുറേ ഭാഗ്യലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരുണ്ടല്ലോ, ദിയാസന, ശ്രീലക്ഷ്മി അറയ്ക്കൽ, ഇങ്ങനെ കുറേ വെറുതെ ഒരു ജന്മങ്ങൾ. ഇതൊക്കെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒന്ന് പറഞ്ഞുതരാം. പക്ഷേ അതല്ല, നിങ്ങളിപ്പം ഈ നമ്മളെ WCC അവരിപ്പം ഈ ഫെമിനിറ്റി നിങ്ങൾ കളിയാക്കി വിളിക്കുന്ന ഇവർ വിചാരിച്ചുകൊണ്ടല്ലേ ഈ ഹേമ കമ്മിറ്റി രൂപീകരിച്ചതും ഈ സംഭവങ്ങളെല്ലാം കുറേ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് ഈ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ വിചാരിച്ചുകൊണ്ട് മാത്രമല്ല, അല്ല വേറെ ഈ ഇപ്പം മെൻസ് അസോസിയേഷനോ അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ പുറത്തു കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇത് WCC വിചാരിച്ചിട്ടാണ് ഇത് വന്നത് എന്നൊക്കെ നിങ്ങൾ പറയുന്നുവെങ്കിൽ, ഈ ജനം അങ്ങനെ കാണുന്നുവെങ്കിൽ ലോക വിട്ടിത്തരമെന്നേ പറയൂ. കാരണം WCC ഒരു പുണ്ണാക്കം ചെയ്തിട്ടില്ല. അതിൻ്റെ തുടക്കവും ഒടുക്കവും എല്ലാം ഒറ്റ വർഷം കൊണ്ട് തീർന്ന കേസാണ്. അതാദ്യം മനസ്സിലാക്കണം. അത് ഒരു യുവനടിക്ക് ഒരു പീഡനം, എന്ത് പീഡനമാണെന്ന് വരെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരു പീഡനം നടന്നപ്പോൾ ആ പീഡനത്തെ ചുറ്റിപ്പറ്റി ദിലീപിൻ്റെ
ഭാര്യയായിരുന്ന സ്ത്രീ, അവൾ ആ സ്ത്രീയാണല്ലോ മെയിനായിട്ട് നിന്ന് ഈ WCC ഉണ്ടാക്കിയത്. ഈ WCC ഉണ്ടാക്കി പിന്നെ എന്തുകൊണ്ട് ആ സ്ത്രീ അവിടെ നിന്ന് മഞ്ജു വാര്യർ അവിടെ നിന്ന് പോയി? മഞ്ജു വാര്യർ പോയത് പിന്നീട് കുറച്ച് ഈ ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ളവർ മമ്മൂട്ടിയെ ഉൾപ്പെടെ കസബ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു സീൻ അഭിനയിച്ചതിൽ ഒരു പെണ്ണിൻ്റെ ബെൽറ്റിൽ ഇങ്ങനെ കുത്തിപ്പിടിക്കുന്നത് ഒരൊറ്റ സീനുമുണ്ട്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പോലും ചിന്തിക്കാതെ അതിനെക്കുറിച്ച് വളരെ വാദോരാതെ പറഞ്ഞ് ജനങ്ങളുടെ ഇന്ന് തല്ലുമേടിച്ച ടീമുകളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ WCCയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ WCC എന്ന് പറയുന്ന അതിൽ കുറച്ച് സ്ത്രീകൾ, മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ പോയി കാണുകയും മുഖ്യമന്ത്രി ഈ തലയിൽ കണ്ണട വെച്ച കുറേ ടീമുകളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ എന്തോ തോന്നി. ആ തോന്നിയതിൻ്റെ ഫലമായിട്ട് ഹേമ കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. അവർ ചെയ്തത് എന്താണ്? 1,08,00,000 രൂപയോളം വെറുതെ പുട്ടടിച്ച് തീർത്തു. വൺ സൈഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ പറയുന്ന കുറേ മുകേഷിനെതിരെയും ജയസൂര്യയെക്കുറിച്ചൊക്കെ ആരോപിച്ചിട്ടുള്ള ഏതെങ്കിലും ഇവരൊക്കെ നടിമാരാണെന്നുള്ളത് എവിടെയെങ്കിലും നമ്മൾ കണ്ടോ? ഈ പറഞ്ഞപ്പോഴാണ് ഇവർ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ജൂനിയർ ആയിട്ടുള്ള ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് പറയുന്നു എന്ന് വിചാരിച്ച് അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ മുഖവിലേക്ക് എടുക്കാതിരിക്കുന്ന എന്നാണ് നല്ലത്. പക്ഷേ അപ്പോൾ ഹേമ കമ്മിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അവർ ഈ വൺ സൈഡ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ 1,08,00,000 രൂപ എന്തിനാണെന്ന് എനിക്കറിയില്ല. മെൻസ് അസോസിയേഷന് ഒരു 1-2 ലക്ഷം രൂപ കൊണ്ട് തന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഒരു സംഭവം കൊടുക്കണമെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നും എന്ന് പറഞ്ഞാൽ അമ്മ സംഘടനയിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകൾ അവിടെയാണല്ലോ നടിമാരുള്ളത്. അവിടെ നിന്നുള്ള ഒറ്റ നടിമാരുടെ റിപ്പോർട്ട് എടുത്തിട്ടില്ലല്ലോ. പിന്നെ ഇവർ ഒരു 3-4 ഇതുപോലുള്ള ഈ മൂന്നാംകിട ടീമുകളുടെ റിപ്പോർട്ട് എടുത്തിട്ട് അതിനെ കൊണ്ടൊന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു. മുഖ്യമന്ത്രി എന്താണ്? പുഴുത്ത് നാറിക്കൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ, ഞാനും ഈ ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ തന്നെയാണ്, ഇടതുപക്ഷത്തിന് മാത്രമേ ഞാൻ വോട്ട് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷനോടുകൂടി ഞങ്ങൾ മെൻസ് അസോസിയേഷൻ ടീമുകളെല്ലാം വോട്ട് ബഹിഷ്കരിക്കുകയാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയത്തോട് തന്നെ ഇപ്പോൾ പുച്ഛമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഞാനും കൂടി വോട്ടിട്ട് വിജയിപ്പിച്ച ഈ ഇടതുപക്ഷ സർക്കാർ പുഴുത്ത് നാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇവിടെ പുറത്ത് വിട്ടേ പറ്റൂ. കാര്യം അവർക്ക് പിടിച്ചു നിൽക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനെ വലിയൊരു സംഭവമായിട്ട് കാണണ്ട. ഏതെങ്കിലും നല്ലൊരു നടി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് അപ്പോൾ പറയാം. അല്ല, അത് രഞ്ജിനി പറഞ്ഞിട്ടുണ്ട്, ചാർമിള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്നും നല്ല നടിയല്ലെന്നാണോ പറയുന്നത്? ഫീൽഡ് ഔട്ടായി. അതാണ് മുൻപ് ഒരുപാട് ചാനലുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവരുടെയൊക്കെ ഈ രഞ്ജിനിയെ കുറിച്ചൊക്കെ ഇപ്പോൾ ഞാൻ പല ചാനലിലും പറഞ്ഞിട്ടുണ്ട്. വളരെയധികം സെറ്റിൽ നിന്ന് അവർക്ക് ഈ ഫിലിം ഫീൽഡിനോട് എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ഉള്ളത്? അവർ സെറ്റിൽ നിന്ന് കാമുകനോടൊപ്പം ശ്രീലങ്കയിൽ പോയ ടീമല്ലേ? അല്ല, അവരെ വ്യക്തിപരമായ കാര്യമല്ല. അവർ സെറ്റിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഒരു സംവിധാനം മുഴുവൻ ഇവർ കാരണം അനുഭവിച്ചത് എന്താണെന്നറിയോ? ഇവർ ചെയ്യേണ്ട വേഷം അവസാനം ഡൂപ്പിനെ വെച്ച് വരെ ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? പെണ്ണിന് എന്ത് തോന്നിയവാസം കാണിക്കാമെന്നാണോ? ഇതിനെ ഒരു സിനിമ എന്ന് പറയുന്നത് കൂട്ടായിട്ട് കോടികൾ വെച്ചിട്ടുള്ള കളിയാണ്. ആ ഒരു പ്രൊഡ്യൂസറുടെ കാശും വ്യക്തി സ്വാതന്ത്ര്യം പറയേണ്ടത് അദ്ദേഹമാണ്, പ്രൊഡ്യൂസറാണ് പറയേണ്ടത്. ബാക്കി എല്ലാവരും പ്രൊഡ്യൂസറിൻ്റെ കാശിലാണ് നിൽക്കുന്നത്. ഈ കാശ് മുടക്കി സിനിമ എടുക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം പലിശയ്ക്ക് എടുത്തിട്ടായിരിക്കും, കടം വാങ്ങിച്ചിട്ടായിരിക്കും, പല രീതിയിലുള്ള ഉണ്ടാക്കിയ കാശെടുത്ത് വെച്ച് അദ്ദേഹം ചെയ്യുമ്പോൾ അതിൽ കൂടെ നിന്ന് ഭാഗവത്താവാതെ ആ സമയത്ത് കാമുകന്റെ കൂടെ വിദേശ രാജ്യത്ത് പോയ വ്യക്തി എന്ത് കമ്മിറ്റ്മെന്റാണ് ഇവർക്കുള്ള? ഈ സിനിമയെ പറ്റി പറയാനുള്ള എന്ത് യോഗ്യത രഞ്ജിനിക്കുള്ളത്? അതുപോലെ തന്നെ രഞ്ജിനിയൊക്കെ ഫീൽഡ് ഔട്ട് ആയതല്ലേ? ഇപ്പോൾ പഴയ നടന്മാരോ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയോ ഇവരെയൊന്നും അംഗീകരിക്കുന്നില്ല, ഇവർക്ക് വേണ്ട ഒന്നും കൊടുക്കുന്നില്ല എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരിപ്പോൾ ഇവർക്കെതിരെ പറയുന്നത്. അത്രേ ഉള്ളൂ. ആ രീതിയിൽ കണ്ടാൽ അല്ല, പ്രൊഡ്യൂസറിന് നിയമപരമായിട്ട് പോകാമല്ലോ. അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് പോവാം. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഈ ഹേമ കമ്മിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ അവരത് ഇവിടെ പറഞ്ഞു. എന്തവസരമാണ് ഞാൻ പറയുന്നത്? പെണ്ണിനെതിരെ പരാതി കൊടുത്താൽ ഏതെങ്കിലും ഒരു കേസ്, ഇപ്പോൾ അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ചവറ്റുകൊട്ടയ്ക്കാണ്. മനസ്സിലായില്ലേ? അൻവർ പറഞ്ഞതാണ്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനും കുറേ പരാതികൾ കൊടുത്തിട്ടുണ്ട്, ഏതിനെങ്കിലും ഒന്നിനും ഒരു ഉണ്ടായിട്ടില്ല. അല്ല, സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് ഇതിനെയും കാട്ടിയും വാല്യൂ ഉള്ള പരാതികൾ എടുക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എല്ലാ പരാതിയും നോക്കാൻ പറ്റൂലായിരിക്കുമല്ലോ. മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ കൊടുത്തിട്ടുള്ള സ്ത്രീകളല്ലാതെ പുരുഷന്മാർ കൊടുത്തിട്ടുള്ള ഏത് പരാതിക്കാണ് നടപടി ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്നിട്ടില്ല. ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ തെറ്റിനെ മറച്ചു പിടിച്ചല്ലേ പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിപ്പോർട്ടർ ചാനലും ഡോക്ടർ അരുൺകുമാറും എന്ത് നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുണിന് ഞങ്ങൾ ഒരു മെമൻറ്റോ കൊടുത്ത് ഒരു പൊന്നാട അണിയിക്കണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതാണ്. തെറ്റിനെ തെറ്റായിട്ടും ശരിയായിട്ടും പറയുക. അപ്പൊ ഈ മാധ്യമ ധർമ്മം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതെല്ലാ മാധ്യമങ്ങളും ചെയ്യേണ്ടത് തന്നെയാണ്. അതെ. അപ്പൊ ഈ ആണുങ്ങളൊന്നും ഈ തെറ്റ് ചെയ്യുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ആണുങ്ങൾ തെറ്റ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷേ ഇവിടെ ആണുങ്ങൾ തെറ്റുകാരാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പോലീസുകാരിൽ ബഹുഭൂരിപക്ഷവും പാവാടകളാണ്. ഒരു പെണ്ണ് കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്ന് അന്വേഷിക്കാതെ പുരുഷനെതിരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിനെതിരെ കേസ് ചാർജ് ചെയ്യുന്നു, അവനെ അങ്ങ് ജയിലിൽ വിടുകയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് എല്ലാ മാധ്യമങ്ങളിലും അവൻ്റെ പേര് വരികയാണ്. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും പുരുഷന്മാരെ ഏകീയപക്ഷമായിട്ട് അവരുടെ മുഖം കാണിക്കുന്നു, അവരുടെ ജാതകം ഉൾപ്പെടെ പുറത്തുവിടുന്നു. എന്നാൽ അവർ കുറ്റക്കാരല്ല എന്ന് കാണുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് തിരിച്ച് കൊടുക്കാൻ കഴിയുന്നില്ല? ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, അബദ്ധം പറ്റി, എന്തുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല? കൊടുക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ മീഡിയയും പോലീസും കോടതിയും വരെ ഇവിടെ പ്രവർത്തിക്കുന്നത്. ദിലീപിൻ